Assalamu Alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are doing fine and staying safe at home. Today we will discuss Excel but in detail. Okay. In the last class, what did we learn? We learned the components of MS Excel. The window, the component parts of the window. So in today's class, we will discuss the ഡീറ്റെയിൽസ് ഓഫ് ദ ഈച്ച് കമ്പോണൻ്റ് അല്ലേ, എങ്ങനെയാണ് ഓരോ കമ്പോണൻറ്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ടുഡേയ്സ് ക്ലാസ് വിത്ത് ദ ദുആ. സേ വിത്ത് മീ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ വബിക നസ്തഈനു യാ ഫത്താഹു റബ്ബി സിദ്നി ഇൽമാ റബ്ബി സിദ്നി ഇൽമാ റബ്ബി സിദ്നി ഇൽമാ. ഓക്കെ, അപ്പോൾ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ദ ഫസ്റ്റ് മെയിൻ തിങ് വി സെഡ് ദാറ്റ് കമ്പോണൻസ് ആർ എന്തൊക്കെയാണ്? ടൈറ്റിൽ ബാർ, ടാബ്, റിബൺ ഉണ്ട്, ദെൻ സെൽ, ആക്റ്റീവ് സെല്ലുണ്ട്, റോ ഹെഡർ ഉണ്ട്, റോ കോളം ഉണ്ട്, ദെൻ ഈ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്താ പറയുന്നത്? ഷീറ്റ് ടാബ് ഉണ്ട്, പിന്നെ നെയിം ബോക്സ് ഉണ്ട്, ദെൻ വി ഹാവ് ഫോർമുല ബാർ. ഓക്കെ, അപ്പം ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ സെൽ? A cell is an intersection of a row and a column. റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെ വരുന്ന ഹൊറിസോണ്ടൽ പാർട്ടായിരിക്കും റോസ്. യു ആർ സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം ഇൻ റോ വൈസ് അല്ലേ? അപ്പോൾ ദിസ് ഇസ് റോ. യു സ്റ്റാൻഡിങ് ഇൻ an assembly. ക്ലാസ് വൈസ് ആയിട്ട് അസംബ്ലി നമ്മൾ സ്റ്റാൻഡിങ് ഇൻ an assembly കോളം വൈസ് ആണ്. അതുപോലെയാണ് കോളംസ്. Rows are horizontal and columns are vertical. Okay, cell is an intersection. Intersection means joining. അതായത് ഒരു റോയും ഒരു കോളമും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇത്. ഞാൻ ആ ഡോട്ട് വരച്ചിരിക്കുന്ന പോയിന്റ് ഇല്ലേ, അതിനാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. എവിടെയായാലും ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് ഡോട്ടാണ്, ഇവിടെയാണെങ്കിൽ നമുക്കൊരു ബോക്സ് ആയിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അല്ലേ. It is an intersection of a row and a column. It is used to store data. In a cell we can store data. ഒരു സെല്ലിൽ നമുക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. In the form of text, numbers, characters, formulas, etc. നമുക്ക് നമ്പേഴ്സ്, ടെക്സ്റ്റ്, പിന്നെന്താ, ക്യാരക്ടേഴ്സ്, ഫോർമുലാസ്. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിംബൽസ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേര്, ഒരു ഓർഗനൈസേഷൻ്റെ പേര്, അതേപോലെ ഹെഡിങ്സ് ഒക്കെ കൊടുക്കത്തില്ലേ, ഇപ്പം മാർക്ക്, ആവറേജ് എന്നൊക്കെ പറഞ്ഞാൽ ഹെഡിങ്സ് കൊടുക്കുന്നതിനൊക്കെ ടെക്സ്റ്റ് എന്ന് പറയാം. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എ, ബി, $, ഹാഷ് ആൻഡ് @ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ക്യാരക്ടേഴ്സ്, സിംബൽസ്. ഓക്കെ, പിന്നെ ഫോർമുലാസ് ആസ് യു ഓൾ നോ, ഫോർമുലാസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സെൽ. ഓക്കെ, വി ക്യാൻ സ്റ്റോർ ടെക്സ്റ്റ്, നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, ഫോർമുലാസ് ഇൻ ദ സെൽ. എ വർക്ക്ഷീറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ആക്ച്വലി ഒരു വർക്ക്ഷീറ്റിൽ ഒരുപാട് നമ്പർ ഓഫ് കോളംസ്, ഒരുപാട് നമ്പർ ഓഫ് റോസും ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കോളംസും റോസും ആണ് ഒരു വർക്ക്ഷീറ്റിലുള്ളത്. സോ ഈ സെല്ല് എന്ന് പറയുന്നത് സെല്ലുകളുടെ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ വർക്ക്ഷീറ്റ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് എ വർക്ക്ഷീറ്റ്. ഇനി റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ is a group of cells that run horizontally in a worksheet. Row is a group of cells that run horizontally in a worksheet. Every row is identified by a number. അതായത് ഓരോ റോയ്ക്കും 1, 2, 3, 4 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ റോയെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു നമ്പർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ റോസ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്പറുണ്ട്. അതേപോലെ കോളമിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തുണ്ട്? ആൽഫബറ്റ്സ് ഉണ്ട്. എ, ബി, സി, ഡി ഇങ്ങനെയാണ് കോളം നെയിം ചെയ്യുന്നത്, കോളം നെയിം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോളം ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് റൺ വെർട്ടിക്കലി. This is the vertical. Okay, column is a group of cells that run vertically down in a worksheet. Each column is identified by a letter.
Each row is identified by a number. Each column is identified by a letter. ഇനി സെൽ അഡ്രസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ അഡ്രസ്, സെൽ അഡ്രസ്, സെൽ അഡ്രസ്, അതായത് ഒരു സെല്ലിന് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് സെൽസ് ഉണ്ട്. ഏത് സെല്ലിലാണ് ഇന്ന ടൈപ്പ് ഇൻഫർമേഷൻ ഉള്ളത്, ഇൻ വിച്ച് സെൽ ഡു വി ഹാവ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ, we can identify that information using the cell address. How do we find the cell address? How do we name a cell? എങ്ങനെയാണ് ഒരു സെല്ലിനെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ? A cell is identified by its column name and row number. കോളം നെയിമും റോ നമ്പറും. ഒരു കോളം നെയിം പറഞ്ഞേ എ, ഒരു റോ നെയിം പറഞ്ഞേ 1, A1, ഇത് സെൽ അഡ്രസ് ആണ്. വേറെ C10, D2, B3, ഇതൊക്കെ ഓരോ സെൽ അഡ്രസ് ആണ്. എങ്ങനെയാണ് സെൽ അഡ്രസ്സ് നമ്മൾ പറയുന്നത്? ഏറ്റവും ഫസ്റ്റ് ആക്റ്റീവ് സെൽ ഇപ്പോൾ കാണുന്നില്ലേ, ദ ഫസ്റ്റ് സെൽ ഈസ് A1, A1. ഇതിപ്പുറത്ത് B ഫസ്റ്റ് സെൽ 1, C ഫസ്റ്റ് റോയിൽ വരുമ്പോൾ 1. ഓക്കെ, ദെൻ A2 ഉണ്ട്, A3 ഉണ്ട്, A4 ഉണ്ട്, A5 ഉണ്ട്. ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇൻ്റർസെക്ഷൻ ആണല്ലോ അല്ലേ. അപ്പോൾ സെൽ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ കോളം നെയിം ആൻഡ് റോ നമ്പർ. ഇറ്റ് ഈസ് നോൺ ആസ് സെൽ അഡ്രസ്. ഇനി വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെൽസ് ഇൻ വിച്ച് ഡേറ്റ ഈസ് എൻറ്റേർഡ്. വർക്ക്ഷീറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെൽസ്. അറിയാമല്ലോ, സെൽസിൻ്റെ കൂട്ടായ്മയാണ് വർക്ക്ഷീറ്റ്. ഇൻ വിച്ച് ഡേറ്റ ഈസ് എൻറ്റേർഡ്, ഡേറ്റ എൻറ്റർ ചെയ്യുന്ന സ്ഥലം അല്ലേ. യെസ്. ഷീറ്റ് ടാബ്. ഷീറ്റ് ടാബ് എവിടെയാണുള്ളത്? ഏറ്റവും താഴെയാണ് നമുക്ക് ഷീറ്റ് ടാബ് ഉള്ളത്. ഷീറ്റ് ടാബ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് എ വർക്ക് ഷീറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഈസി നാവിഗേഷൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ worksheets in a workbook. ഞാൻ പറഞ്ഞു, in the last class I have told you already that there might be different number of sheets in a workbook അല്ലേ. ഒരു പേജ് മാത്രമല്ല, we can add a number of sheets. അപ്പം we can easily navigate or move from one sheet to another sheet. ഇപ്പോൾ എനിക്കിത് ജൂൺ മാസത്തെ സാലറി ആണ്, ജൂലൈ മാസത്തെ സാലറി ആണെങ്കിൽ എനിക്ക് ഷീറ്റ് 2 ഉണ്ട്. അടുത്തത് എനിക്കിപ്പം ഡിസംബർ മാസത്തെ സാലറി വേണമെങ്കിൽ there will be a sheet 9 or sheet 10. ഫൈൻ. അപ്പം we can navigate between different worksheets easily. Clicking on the sheet tab of a particular worksheet makes it active for editing. The active sheet tabs appears in bold. Active sheet tab ഇപ്പം ഓപ്പൺ ആയിരിക്കുന്നത് ഷീറ്റ് 1 ആണെങ്കിൽ അത് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയേക്കും ഷീറ്റ് 1. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതും അപ്പം ഷീറ്റ് 1 ആയിരിക്കും. എനിക്കിപ്പോൾ ഡിസംബർ മാസത്തിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാനത് ഏത് ഷീറ്റിലാണോ അത് നോക്കും, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പം അത് ആക്റ്റീവ് ആവും, അത് ബോൾഡ് ലെറ്റേഴ്സിലാവും. അപ്പോൾ എനിക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ. അതങ്ങനെയാണ് ഷീറ്റ് ടാബിൻ്റെ കാര്യം. ഇനി ആക്റ്റീവ് സെൽ. ആക്റ്റീവ് സെൽ, ഇറ്റ് ഈസ് എ സെലക്റ്റഡ് സെൽ ആൻഡ് ഈസ് ഹൈലൈറ്റഡ് ഇൻ ദ ഷീറ്റ്. We can enter data only in an active cell. അപ്പം we can enter data only in an active cell. ഒരു ആക്റ്റീവ് സെൽ ഉണ്ടാവും, ആ സെല്ലിൽ മാത്രമേ എനിക്ക് ഡേറ്റ എൻ്റർ ചെയ്യാൻ പറ്റൂ. എങ്ങനെയാണ് ആക്റ്റീവ് സെൽ ആവുന്നത്? അത് അവിടെ ആ ബോക്സിൽ ഇങ്ങനെ നല്ല ആ ബോക്സ് ആക്റ്റീവ് സെല്ല് മാത്രം ഇങ്ങനെ ഡാർക്കൻ ചെയ്ത് കാണാൻ പറ്റും. We can enter data inside the active cell only. ആക്റ്റീവ് സെല്ലിൽ മാത്രമേ നമുക്ക്, ആക്റ്റീവ് സെല്ലായിട്ടിരിക്കുന്നതിനകത്ത് മാത്രമേ നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ആക്റ്റീവ് ആവും. വി ക്യാൻ എൻ്റർ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് സെൽ വേണമെങ്കിൽ നമുക്കൊന്നുകിൽ ടാബ് കീ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് നെക്സ്റ്റ് സെല്ല് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. ഫോർമുല ബാർ. ഫോർമുല ബാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഡിസ്പ്ലേസ് ദ content available or being typed in an active cell. The contents of a cell can be edited in the formula bar. ഈ ഫോർമുല ബാറിൽ നമുക്ക് ഫോർമുലാസ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് എഴുതിയാലും, ഇവിടെ നമ്മൾ ഈ ആക്റ്റീവ് സെല്ലിൽ ഞാൻ എന്ത് എഴുതിയാലും അത് ഫോർമുല ബാറിൽ കാണാം. Whatever we write in the active cell, we can see it in the formula bar. It displays the content available or being typed by the user in an active cell. The contents of the cell can be edited in the formula bar. ഫോർമുല ബാറിൽ നമുക്ക് സെല്ലിൻ്റെ കണ്ടൻസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ
ഫോർമുല ബാറും നമുക്ക് ഉപയോഗിക്കാം. Then the name box, it displays the cell address of the active cell. നെയിം ബോക്സിൽ എന്താ ഉള്ളത്? A1, B2, C3 ഏതാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ആ നെയിം ബോക്സിൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ A1 ആണ് ആക്റ്റീവ് എങ്കിൽ നെയിം ബോക്സിൽ A1 എന്ന് കാണാൻ പറ്റും. ഈ നെയിം ബോക്സിൽ ഏത് അഡ്രസ്സ് ആണ് എന്നാണ് തെളിയുന്നത്. ഓക്കെ, സെൽ അഡ്രസ്സ് ആണ് നെയിം ബോക്സിൽ തെളിയുന്നത്. അപ്പം വർക്ക്ഷീറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് പഠിച്ചത്? സെല്ല്, റോ, കോളം, സെൽ അഡ്രസ്, വർക്ക്ഷീറ്റ്, ഷീറ്റ് ടാബ്, ആക്റ്റീവ് സെൽ, ഫോർമുല ബാർ ആൻഡ് നെയിം ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.